ഇത് വലിയ ഒരു ഉത്സവമാണ്. നമ്മൾ രാവിലെ 5 മണിക്കാണ് ഈ കണിമംഗലം ശാസ്താവിൻ്റെ അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വളരെ കുറച്ച് ആളുകളായിരിക്കും രാവിലെ വരിക എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ കണിമംഗലം ശാസ്താവിൻ്റെ ആദ്യ കടകപൂരത്തിൻ്റെ എഴുന്നള്ളിപ്പിന് തന്നെ വളരെയധികം ആളുകളാണ്. മന്ത്രി കെ രാജൻ ഇതിനൊപ്പം പൂർണ്ണ സമയം നടന്നു. ഒപ്പം തന്നെ വലിയ തോതിലുള്ള ആളുകളാണ് ഇതിനൊപ്പം നടക്കുന്നത്. രാവിലെ തന്നെ കുളിച്ച് ഒരുപാട് പേർ ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ രാവിലെ തന്നെ ഈ വിശ്വാസത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമാണിത്. അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ഒരുപാട് ആളുകൾ ഇതിനൊപ്പം വന്നവരുണ്ട്, ഇത് കാണാൻ വന്നവരുണ്ട്. ഈ ആദ്യത്തെ എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ ഇത് വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കാണാൻ വന്നവരുണ്ട്. പ്രത്യേകിച്ച് തെക്കേ ഗോപുര നടവഴി പ്രവേശിക്കുന്ന ഏക ശാസ്താവാണ്, അല്ലെങ്കിൽ ഏക ദേവനാണ് കണിമംഗലം ശാസ്താവ്. ഏതായാലും വലിയ തോതിലുള്ള ചേട്ടാ എവിടെ നിന്നായിരുന്നേ? ഞങ്ങൾ കൊരട്ടി തൃശ്ശൂർ. രാവിലെ പോന്നു. ഇങ്ങ് പോകുന്നത് ഞങ്ങൾ ഇന്നലെ വന്ന് താമസിച്ചു. റൂം എടുത്ത് താമസിച്ച് ഇങ്ങനെ പൂരപ്പറമ്പിലൊന്ന് കുറച്ചുകൂടി തിരക്കാവും, അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറില്ല, എന്നാലും അവസരം കിട്ടുമ്പോഴേക്കും വരാറുണ്ട്. അപ്പം കണിമംഗലം ശാസ്താവ് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പം 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ ഉത്സവമാണ്. ഇത് മൊത്തം കണ്ടിട്ടാണോ പോകുന്നത്? മൊത്തം കാണാൻ പറ്റില്ല, കാരണം ഇവിടെ തിരക്ക് കാരണം മൊത്തം കാണില്ല. ഒരു പറ്റാവുന്ന പറഞ്ഞില്ല. ഇപ്പൊ ഇത്ര ഫ്രീ ആയിട്ട് നിൽക്കണില്ലേ, ഒരു 11 മണി കഴിഞ്ഞാൽ തിരക്ക് കൂടും, പിന്നെ അവിടെ നിന്ന് തിരക്കായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ കിടുകാന. മുമ്പ് കണ്ടിട്ടുണ്ടോ? വരാറുണ്ട്. എന്ത് തോന്നി എന്നിട്ട്? കൊള്ളാം. ആള് പൂരപ്പറമ്പിലാളാ, ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ആനയല്ല, പൂരപ്പറമ്പ് ആൾക്കാരും ആ സുഖവും അതൊക്കെ ഒരു രസം. ഇത് നമുക്ക് ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ഇവർ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മണൽ വാരിയിട്ടാൽ പോലും തറയിൽ വീഴാത്തത്ര തിരക്കാവും. വലിയ തോതിലുള്ള തിരക്കിലേക്ക് ആളുകൾക്ക് നിൽക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാണുന്ന തെക്കേ ഗോപുര നടയുടെ ഫ്രണ്ടിലാണ് ഈ കുടമാറ്റം നടക്കുന്നത്. ഇരുവശത്തുമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആനകൾ അണിനിരക്കും. പിന്നീട് അങ്ങോട്ട് ഇവിടെ മുഴുവൻ ഈ സ്വരാജ് റൗണ്ട് വഴിയുള്ള വാഹന ഗതാഗതമൊക്കെ തന്നെ അല്പസമയം കൂടി മാത്രമാണുള്ളത്. പിന്നീട് 10 മണിയാകുന്നത് കൂടി തന്നെ ഈ സ്വരാജ് റൗണ്ട് വഴിയുള്ള വാഹന ഗതാഗതവും ഒക്കെ തന്നെ അവസാനിപ്പിക്കുക. ഏതായാലും വലിയ തോതിലുള്ള തിരക്കിലേക്ക് പോകും ഒരുപാട് ആളുകൾ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല, പിന്നീട് അങ്ങോട്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ ഇവിടെ ജനസാഗരമായിരിക്കും, അല്ലെങ്കിൽ ജനലക്ഷങ്ങളെ കൊണ്ട് നിറയും. ഒരുപാട് ആളുകൾ പൂരത്തെ സ്നേഹിക്കുന്ന, തൃശ്ശൂരിനെ ഇഷ്ടപ്പെടുന്ന ഈ ആനപ്രേമികളുണ്ട്, പൂരപ്രേമികളുണ്ട്, ഈ ചെണ്ടമേളം കാണാനെത്തുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഇവിടെ എത്തും. വലിയ തോതിലുള്ള ഒരു ആഘോഷത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കിടക്കും. ഇപ്പോൾ തന്നെ ഇവിടെ തിരക്കായി തുടങ്ങി. ഇനി കുറച്ച് സമയം കൂടി കഴിയുന്നത് കൂടി ആളുകളുടെ എണ്ണം കൂടും. ഒരു 12 മണിയൊക്കെ ആകുന്നതോടുകൂടി തന്നെ ഇവിടെ മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയും. ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ ജനങ്ങളെ കൊണ്ട് നിറയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജിൽസി, തീർച്ചയായിട്ടും അത് സത്യം തന്നെയാണ്. കാരണം നമ്മൾ എല്ലാ പൂരങ്ങളിലും കണ്ടതാണ്, കടുത്ത മേടച്ചൂടിനെ പോലും അതിജീവിച്ചുകൊണ്ട് നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ ഒരു മണൽ വാരിയിട്ടാൽ താഴേക്ക് എത്താത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞ ഒരാൾക്കൂട്ടം. അത് തന്നെയാണ് പൂരത്തിൻ്റെ ആവേശം. എല്ലാ ചടങ്ങുകളിലും സജീവമായി പങ്കെടുത്ത പൂരം ഒരു ഹൃദയവികാരമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെയാണ്. കാരണം അത്ര കണ്ട് അവർ ഓരോ വർഷവും ആ പൂരത്തിനായി കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ പൂരത്തിനെത്തുന്ന ആളുകളിൽ പല വിഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ അവിടെ ചെണ്ട വാദ്യമേളങ്ങളൊക്കെ കേൾക്കാനായി എത്തുന്നവരാണ്. ചില ആളുകൾക്ക് കുടമാറ്റമായിരിക്കും ഏറ്റവും ഇഷ്ടമാവുക. വെടിക്കെട്ട് കാണാൻ എത്തുന്ന ആളുകൾ, അതിന് മാത്രമായി ആ സമയത്തേക്ക് എത്തുന്ന ആളുകൾ, അങ്ങനെ പല വിഭാഗം ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതാണ് പൂരം എന്നുള്ളത് തന്നെയാണ്. യെസ്, എന്തായാലും നമുക്ക് പൂരവിശേഷങ്ങൾ ഇങ്ങനെ തുടരുകയാണ്.